ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ മോചനം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ആരംഭിച്ച രക്ഷാപദ്ധതി ജനകീയമാക്കുന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ ശുചീകരണത്തിൽ 1/4 നൂറ്റാണ്ട് സേവനം ചെയ്ത തൊഴിലാളിയെ ആദരിച്ച് ലോക വനിതാ ദിനാഘോഷം. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ദേശീയ ജ്വല്ലറി കോൺക്ലേവ് മാർച്ച് 12 തൃശൂരിൽ. കടൽക്കാറ്റ് ആസ്വദിച്ചും തിരമാലകളെ കണ്ടും മനസ്സ് നിറഞ്ഞ് തിക്കോടിയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ മോചനം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ആരംഭിച്ച രക്ഷാപദ്ധതി ജനകീയമാക്കുന്നു. ജില്ലാ അടിസ്ഥാനത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചാണ് പദ്ധതി വ്യാപിപ്പിക്കുന്നത്. സാമ്പത്തിക കേസുകളിൽ വർഷങ്ങളായി ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ കുടുംബങ്ങൾക്ക് പ്രതീക്ഷയുടെ മറ്റൊരു തുരുത്താണ് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് തയ്യാറാക്കിയ രക്ഷാ ആപ്പ്. പദ്ധതി താഴേക്കിടയിലേക്ക് വ്യാപിക്കുന്നതിനായി ആദ്യഘട്ടം കോഴിക്കോട് ജില്ല ഉൾപ്പെടെ മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. രക്ഷാ ആപ്പ് ജനകീയമായാൽ മാത്രമേ പദ്ധതി വിജയിക്കുമെന്ന് IPM പ്രസിഡന്റ് RJ സജിത് പറഞ്ഞു. ഇതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി ജില്ലാ അടിസ്ഥാനത്തിൽ ആക്ഷൻ കൌൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ ജില്ലാ ആക്ഷൻ കൗൺസിലുകളും മുമ്പോട്ട് വയ്ക്കുന്ന ക്യാമ്പയിനുകളാണ്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമുള്ള ക്യാമ്പയിനുകളുണ്ട്. അതിൽ ഗോദാരമതികളുടെ സഹായമാണ് നമുക്ക് വേണ്ടുന്നത്. പ്രാദേശിക അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൌൺസിലിൽ അതത് പ്രദേശത്തെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയാണ് രൂപീകരണം. ഞായറാഴ്ച കോഴിക്കോട് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. നാടിന്റെ വിഷയമായി പൊതുജനം ഇത് ഏറ്റെടുക്കണമെന്ന് കോർപ്പറേഷൻ കൌൺസിലർ P. പ്രസീന പറഞ്ഞു. പ്രമുഖരെയും കാണാനും നമുക്ക് വേണ്ട എല്ലാ നടപടികളും അവരെ പുറത്തിറക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പം നല്ലൊരു റമദാൻ മാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. എല്ലാവരും പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പോടെ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പിരിയുന്നത്. വൈസ് ചെയർമാൻമാരായി KV ജയദേവൻ, TK മൊയ്തീൻ കോയ, കൺവീനർ AK മൻസൂർ, ജോയിന്റ് കൺവീനർമാരായി T. സുജിത്, P. വിനോദ്, ട്രഷറർ AK അഫ്സൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പ്രസിഡന്റ് RJ സജിത്, ജോയിന്റ് സെക്രട്ടറി എറീന ഭാസ്കർ, KK രാജേഷ് തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ശുചീകരണത്തിൽ 1/4 നൂറ്റാണ്ട് സേവനം ചെയ്ത തൊഴിലാളിയെ ആദരിച്ച് ലോക വനിതാ ദിനാഘോഷം. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലാണ് വേറിട്ട വനിതാ ദിനം ആഘോഷിച്ചത്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആഘോഷത്തിന്റെ ഭാഗമായാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണർ A. ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ 25 വർഷമായി ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളി അംബികയെ മേഖലാ ശാസ്ത്ര കേന്ദ്രം ആൻഡ് പ്ലാനറ്റേറിയവും ക്യൂറേറ്റർ MMK ബാലാജിയും പ്രൊഫസർ വർഗീസ് മാത്യുവും ചേർന്ന് പൊന്നാടയും മെമ്മന്റോയും ക്യാഷ് പ്രൈസും നൽകി ആദരിച്ചു. ടെക്നിക്കൽ ഓഫീസർ ജയന്ത് ഗാംഗുലി, എഡ്യൂക്കേറ്റർ ഓഫീസർ K. ബിനോജ്, NSS കോർഡിനേറ്റർമാരായ PR അനുരാധ, സുരേഷ് പുത്തൻപറമ്പിൽ എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് ശാസ്ത്ര കേന്ദ്രവും മലബാർ ക്രിസ്ത്യൻ കോളേജിലെ NSS വിദ്യാർത്ഥികളും സംയുക്തമായാണ് സ്ത്രീകൾക്കെതിരായുള്ള ലഹരിയുടെ ദുരുപയോഗം എന്ന വിഷയത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ദേശീയ ജ്വല്ലറി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു.
മാർച്ച് 12-ന് തൃശൂരിൽ നടക്കുന്ന സമ്മേളനം TS കല്യാണരാമൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ചെയർമാൻ K. സുരേന്ദ്രൻ അറിയിച്ചു. പുതിയ പുതിയ നിയമങ്ങളാണ് സ്വർണ്ണ വ്യാപാര മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നോട്ട് നിരോധനത്തിന് ശേഷം സർക്കാർ എടുക്കാൻ പോകുന്ന നടപടികൾ സ്വർണത്തിന്റെ മുകളിൽ ആയിരിക്കും എന്നുള്ള ഒരു ധാരണ എല്ലാവരിലും ഒരുപാട് കാലമായിട്ട് നടന്നു വരുന്നുണ്ട്. മെനിയാന്നത്തെ ചില പത്രങ്ങളിൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ബാങ്കുകളിൽ പണയം വെക്കുന്ന സ്വർണത്തിന്റെ ആസ്തികൾ ബോധ്യപ്പെടുത്തണം എന്ന് പറയുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത്തരം റിപ്പോർട്ടുകൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള ഇന്ത്യയിലെ ഗ്രാമങ്ങളും നഗരങ്ങളിലും വ്യക്തികളിലും ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ കോൺക്ലേവിൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇന്ത്യയിലെ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചും സ്വർണ്ണാഭരണ കയറ്റുമതി, ഇറക്കുമതി എന്നിവ സംബന്ധിച്ചും ട്രംപ് അധികാരമേറ്റ ശേഷമുള്ള താരിഫ് റേറ്റുകളുടെ വ്യത്യാസം സംബന്ധിച്ചും ദേശീയ ജ്വല്ലറി കോൺക്ലേവിൽ ചർച്ച നടക്കും. ദേശീയ തലത്തിൽ ഏകീകൃത സ്വർണ്ണവില സംബന്ധിച്ച് തുടർ ചർച്ചകളുമുണ്ടാകും. ദേശീയ സംഘടനകളടക്കം 14 അസോസിയേഷനുകളും കോൺക്ലേവിൽ ചർച്ചകളിൽ പങ്കെടുക്കും. ഓൾ ഇന്ത്യ ജെം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ, ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്നീ സംഘടനകളുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് സമ്മേളനത്തിൽ സ്വീകരണമൊരുക്കും. സമ്മേളനം TS കല്യാണരാമൻ ഉദ്ഘാടനം ചെയ്യും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ MP അഹമ്മദ്, GJC ചെയർമാൻ രാജേഷ് റോക്കഡെ, വൈസ് ചെയർമാൻ അവിനാഷ് ഗുപ്ത എന്നിവരും പങ്കെടുക്കുമെന്ന് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് അയമു ഹാജി, വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, സെക്രട്ടറിമാരായ N. തരുൺ മല്ലർ, MC ദിനേശൻ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കടൽക്കാറ്റ് ആസ്വദിച്ചും തിരമാലകളെ കണ്ടും മനസ്സ് നിറഞ്ഞ് ഭിന്നശേഷി വിദ്യാർത്ഥികൾ. തിക്കോടി സതയം സ്കൂളിലെ 100ഓളം ഭിന്നശേഷി കുട്ടികളും അവരുടെ അമ്മമാരുമാണ് ഗോദീശ്വരം ബീച്ചിലെത്തിയത്. കേരള ഉത്തരവാദിത്ത ടൂറിസം സൊസൈറ്റിയും വനിതാ ടൂർ ഓപ്പറേഷൻ യൂണിറ്റായ വേൾഡ് ഓഫ് വുമണും ചേർന്നാണ് രാജ്യാന്തര വനിതാ ദിനത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വിനോദയാത്ര ഒരുക്കിയത്. ബീച്ചിൽ ഒത്തുകൂടിയ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കടൽക്കാറ്റ് ആസ്വദിച്ചും ആർത്തലച്ചെത്തുന്ന തിരമാലകളെ കണ്ടും മനസ്സു നിറഞ്ഞ് ഭിന്നശേഷി വിദ്യാർത്ഥികൾ. തിക്കോടി സതയം സ്കൂളിലെ 100ഓളം ഭിന്നശേഷി കുട്ടികളും അവരുടെ അമ്മമാരുമാണ് ഗോദീശ്വരം ബീച്ചിലെത്തി കടലോളം ഉല്ലസിച്ചത്. കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് V. അനുഷ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ജീവിതത്തിൽ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും. ചെറുതാവാം വലുതാവാം. ചിലപ്പോൾ ചെറിയ ലക്ഷ്യങ്ങളിലൊക്കെ നമ്മൾ തട്ടി വീണ് പോയിട്ട് പരാജയപ്പെട്ടു പോകും. എന്നാലും അതിൽ നിരാശരാവാതെ വീണ്ടും എണീച്ച് ഓടുന്നവനുള്ളതാണ് വിജയം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആരും ചെറിയ ചെറിയ പ്രയാസങ്ങളിൽ അധികം പ്രയാസപ്പെടാതെ വലിയ സന്തോഷങ്ങൾ നമുക്ക് നമ്മളുടേതായിട്ട് കണ്ടെത്താനുള്ള ആർജവം ഉണ്ടായിരിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാം. കൗൺസിലർ കൊല്ലരത്ത് സുരേഷ്, കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി ജില്ലാ കോർഡിനേറ്റർ ശ്രീകല ലക്ഷ്മി, നിദിയ അഫ്സീന എന്നിവർ പ്രസംഗിച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ ആരതി ശ്രീരാജിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ദന്തപരിശോധന ക്യാമ്പും നടത്തി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ സാമ്പത്തിക ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ പേർക്കും പാർപ്പിടം നൽകുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്.
66,31,50,99 രൂപ വരവും 32,99,23,834 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന 2025-26 വർഷത്തേക്കുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വിനോദ് അവതരിപ്പിച്ചത്. വയോജനങ്ങളുടെ ക്ഷേമം, അഗതി സംരക്ഷണം, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, തെരുവ് വിളക്ക് സ്ഥാപിക്കൽ പരിപാലനം, വനിതകൾക്കായുള്ള തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്ക് ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അംഗനവാടികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പഞ്ചായത്ത് സ്റ്റേഡിയത്തിനായി സ്ഥലം വാങ്ങി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുന്നതിനും ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. കാർഷിക മേഖലയിലെ സമഗ്ര പുരോഗതിക്കും പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ബജറ്റ് ലക്ഷ്യമിടുന്നു. പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളുടെയും നവീകരണത്തിനും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനും കുടിവെള്ള പദ്ധതികളുടെ പരിപാലനത്തിനും ബജറ്റ് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇങ്ങനെ മികവ് കാണിച്ച, പല മേഖലയിൽ മികവ് കാണിച്ച പഞ്ചായത്തുകളുടെ പട്ടികയിലേക്ക് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച മാതൃകാപരമായ പ്രവർത്തനം നൽകുന്ന പഞ്ചായത്ത് എന്ന പട്ടികയിലേക്ക് നാം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് നമ്മളെല്ലാം ഒന്നിച്ചു നിന്നു എന്നുള്ളതും, നമ്മളോടൊപ്പം കക്കോടിയിലെ ജനങ്ങൾ, വിവിധ തരത്തിലുള്ളവർ, വളണ്ടിയർമാർ, ഉദ്യോഗസ്ഥരും ആസൂത്രണ പ്രവർത്തകരും, നമ്മുടെ ആസൂത്രണ സമിതി ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനങ്ങളിലെ ഘടക സ്ഥാപനങ്ങളുടെ സപ്പോർട്ടിംഗ് കമ്മിറ്റി, വികസന സമിതികൾ എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത്, സ്കൂൾ PTA ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാം നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. സെക്രട്ടറി R നിഷാന്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ താഴത്തയിൽ ജുമൈലത്ത്, മല്ലിക പുനത്തിൽ, കൈതമോളി മോഹൻ, ഭരണസമിതി അംഗങ്ങളായ EN ഗിരീഷ് കുമാർ, അഡ്വക്കേറ്റ് ശിവാനന്ദൻ, വളപ്പിൽ രാജൻ, KT സാഹിദ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കക്കോടി. വനിതാ ദിനത്തിൽ മാതൃകാ അധ്യാപികയ്ക്ക് ആദരമൊരുക്കി. പ്രവൃത്തി ആയുർവേദ ഹെറിറ്റേജും ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയും ചേർന്ന് മാനിപുരം AUP സ്കൂൾ അധ്യാപിക TM മിനിയെയാണ് ആദരിച്ചത്. സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഉപഹാരം നൽകി. ആരോഗ്യ വെല്ലുവിളികളെ അതിജീവിച്ച് അധ്യാപക സേവനം നടത്തിവരുന്ന മാനിപുരം AUP സ്കൂളിലെ അധ്യാപിക TM മിനിയെ വനിതാ ദിനത്തിൽ ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയും പ്രകൃതി ആയുർ ഹെറിറ്റേജും സംയുക്തമായി ആദരിച്ചു. പ്രകൃതി ഹെറിറ്റേജ് മീറ്റിംഗ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ K അഖില ശങ്കർ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഉദ്ഘാടനം ചെയ്തു ഉപഹാരം നൽകി. എങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും എതിരെ പ്രതിരോധിക്കുന്നതിനും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതിനുമുള്ള ഒരു വേദിയായി, ഒരു ദിവസമായിട്ട് മാറട്ടെ. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നമുക്കും വനിതാ ദിനം ആഘോഷിക്കാം. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. പ്രമുഖ അമേച്ചർ ഫോട്ടോഗ്രാഫറും സാംസ്കാരിക പ്രവർത്തകയുമായ RV സാത്തി സംസാരിച്ചു. സമസ്ത മേഖലകളിലും വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് ചടങ്ങിൽ സംസാരിച്ച ഷെവലിയാർ C ചാക്കുണ്ണി പ്രസ്താവിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിൽ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സമൂഹത്തിന്റെ പൊതുവെയും പിന്തുണ അതിജീവനത്തിന് അവിഭാജ്യ ഘടകമാണെന്ന് മറുപടി പ്രസംഗത്തിൽ TM മിനി പറഞ്ഞു. പ്രകൃതി ആയുർവേദ ഹെറിറ്റേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മഞ്ജുശ്രീ സ്വാഗതവും സൊസൈറ്റി സെക്രട്ടറി MK അയ്യപ്പൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ബേബി ബസാർ ഇഫ്താർ സംഗമം നടത്തി. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്ത നോമ്പുതുറ സൗഹാർദ്ദത്തിന്റെയും മഹനീയ മാതൃക തീർത്തു. മതസൗഹാർദ്ദം വിളിച്ചോതി MP റോഡിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ ബേബി ബസാർ സൗഹൃദ കൂട്ടായ്മ സ്ഥാപന കെട്ടിട ഉടമകൾ, ജീവനക്കാർ, കയറ്റിറക്ക് തൊഴിലാളികൾ, ഉപഭോക്താക്കൾ ഉൾപ്പെടെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് നോമ്പുതുറ നടത്തി. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത പ്രായ ഭേദമന്യേ ബന്ധം സൗഹൃദമാക്കുന്നതിന് വേണ്ടിയാണ് വർഷം തോറും നടത്തിവരുന്ന ഇഫ്താർ വിരുന്ന് പൂർവാധികം വിപുലമായി സംഘടിപ്പിച്ചത്. ബേബി ബസാറിലെ ഗുണഭോക്താക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ സംവിധാനമൊരുക്കി ആസൂത്രണം ചെയ്ത ഇഫ്താർ വിരുന്ന് പങ്കെടുത്തവർക്കെല്ലാം പരിപൂർണ സംതൃപ്തി നൽകി. പ്രതീക്ഷിച്ചതിലധികം ജനപങ്കാളിത്തം ഉണ്ടായെങ്കിലും എല്ലാവരുടെയും സഹകരണം കൊണ്ട് ആർക്കും പ്രയാസം സൃഷ്ടിച്ചില്ല. ഈ മാർക്കറ്റിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും നോമ്പ് നിൽക്കാനുള്ള ഒരു വേദി തുറക്കാൻ
നടക്കാനുള്ള ഒരു വേദിയാണ് ഇന്നിവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിന് സഹായിച്ചത് ഇവിടുത്തെ മുഴുവൻ കച്ചവടക്കാരും, നമ്മുടെ കച്ചവട മേഖലയിലുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരും, മറ്റ് സുഹൃത്തുക്കളും, ഇവിടുത്തെ ബിൽഡിംഗ് ഉടമകൾ, നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാഫിന്, പിന്നെ ഇതിനോട് സഹകരിച്ച ഇവിടുത്തെ മുഴുവൻ കച്ചവടക്കാരോടും മുഴുവൻ പൊതു സമൂഹത്തിനോടും ഞങ്ങളുടെ ഈ ഉദ്യമം വിജയിപ്പിക്കാൻ സാധിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പി ആഷിം, അൽതാഫ് കെ, അഷ്റഫ് എം, നോവക്സ് മൻസൂർ, പി റഷീദ്, പി എം ഷെരീഫ് എന്നിവർ സൗഹൃദ കൂട്ടായ്മയുടെ ഇഫ്താറിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക വനിതാ ദിനം ആഘോഷിച്ച് NSSഉം സാമൂഹിക സന്നദ്ധ സേനാ ഡയറക്ടറേറ്റും. വനിതാ ദിനത്തിൽ കോഴിക്കോട്ട് വിവിധയിടങ്ങളിൽ ഫ്ലാഷ് മോബ് നടത്തി. മെഡിക്കൽ കോളേജ് ACP ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജ് കോഴിക്കോട് NSS യൂണിറ്റ് 137, സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റ് എന്നിവർ സംയുക്തമായി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കോഴിക്കോട്ടെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. പരിപാടി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വളണ്ടിയർ സെക്രട്ടറി ദിവ്യശ്രീ, സന്നദ്ധ സേനാ കോർഡിനേറ്റർ ആര്യ, വളണ്ടിയർ സാബിർ, സെക്രട്ടറി അനാമിക തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അരിക്കനാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. പ്രതിഷ്ഠാദിന ചടങ്ങുകളോടൊപ്പം അനുഷ്ഠാന ക്ഷേത്രകലകളുടെ അവതരണവും നടന്നു. ബേപ്പൂർ BC റോഡ് അരിക്കനാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം ക്ഷേത്രം തന്ത്രി കല്ലുമല സുകുമാരൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ആദ്യ ദിനം വിശേഷാൽ പൂജകളോടെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നു. നാഗപൂജയും കാവുണർത്തലും സന്ധ്യാവേലയും നടത്തി. 2ാം ദിവസത്തെ ചടങ്ങുകൾ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ചു. കാവുണർത്തലിനു ശേഷം കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളിച്ചു. തുടർന്ന് പ്രസാദ ഊട്ട് നൽകി. വിവിധ മൂർത്തികളുടെ വെള്ളാട്ടുകളും തിറയാട്ടങ്ങളും അവതരിപ്പിച്ചു. ചാന്ത് തിറയോടെ പരിപാടികൾക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തത്വ ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ കോഴിക്കോട്ട് കിഴക്കേ നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു. MLA തോട്ടത്തിൽ രവീന്ദ്രന്റെ സാന്നിധ്യത്തിൽ റിപ്പബ്ലിക് ഓഫ് സീഷെൽ അംബാസിഡർ ഹാരിസോവ ലലാറ്റിയാന ഉദ്ഘാടനം നിർവഹിച്ചു. ആർക്കിടെക്ട് സായൂജ് വിജയകുമാറിന്റെ കോഴിക്കോട്ടെ ആദ്യ സംരംഭമാണ് തത്വ ആർക്കിടെക്ട് ആൻഡ് ഇന്റീരിയർ ഡിസൈൻ. ഇന്ത്യൻ സംസ്കാരവും ആധുനിക ഡിസൈനുകളുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇടങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. കേരളത്തിലെ കാലാവസ്ഥയ്ക്കനുസൃതമായ നിർമ്മിതികളാണ് ഈ വാസ്തുവിദ്യാ സ്ഥാപനം ഒരുക്കുന്നത്. വാസ്തുവിദ്യ രൂപകൽപ്പനയിൽ വൈവിധ്യമാർന്ന പ്രൊഫഷണൽ അനുഭവങ്ങളുമായാണ് സായൂജ് കോഴിക്കോട്ടേക്ക് എത്തുന്നത്. തത്വ എന്നുള്ളൊരു ആർക്കിടെക്ചർ ഫേം
സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇസ് ഓൺ നമുക്ക് ഇന്ത്യൻ അല്ലെങ്കിൽ കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് മോഡേൺ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പല ഈ ക്ലൈമാറ്റിക് ഇഷ്യൂസൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിലുള്ള ഡിസൈൻസ് കൊണ്ടുവരണം എന്നാണ് നമ്മളൊരു ആശയം. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഫ്യൂച്ചറിൽ നമുക്ക് കുറേ കൂടെ പ്രോജക്ട്സ് ചെയ്ത് മുന്നോട്ട് വരാൻ ഉള്ളൊരു പ്രതീക്ഷയോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കിഴക്കേ നടക്കാവിലെ ഖത്തർ പ്ലാസയിൽ 1-ാം നിലയിൽ ആരംഭിച്ച തത്വയുടെ ഉദ്ഘാടനം റിപ്പബ്ലിക് ഓഫ് സീഷൽ അംബാസഡർ ഹരിസോവ ലലാട്ടിയാന നിർവഹിച്ചു. MLA തോട്ടത്തിൽ രവീന്ദ്രൻ സന്നിഹിതനായിരുന്നു. ഉദ്ഘാടന പരിപാടിയിൽ ഗ്രീൻ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ കെ അബ്ദുൾ ഖാനി, മാർഗ് ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് MD GK റെഡ്ഡി, വിജയകുമാർ കെ, സിന്ധു CP, രൂപ രാജ്, ബിന്ദു രൂപരാജ്, സുരേഷ് ബാബു, രമേശൻ വടകര എന്നിവരും പങ്കെടുത്തു. സായൂജിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ മോചനം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ആരംഭിച്ച രക്ഷാപദ്ധതി ജനകീയമാക്കുന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ ശുചീകരണത്തിൽ 1/4 നൂറ്റാണ്ട് സേവനം ചെയ്ത തൊഴിലാളിയെ ആദരിച്ച് ലോക വനിതാ ദിനാഘോഷം. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ദേശീയ ജ്വല്ലറി കോൺക്ലേവ് മാർച്ച് 12 തൃശൂരിൽ. കടൽക്കാറ്റ് ആസ്വദിച്ചും തിരമാലകളെ കണ്ടും മനസ്സ് നിറഞ്ഞ് തിക്കോടിയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.